3 വയസ്സുള്ള മകളെ തെരുവുനായ കടിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം നഗരസഭ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുകയാണ് ഒരു അച്ഛൻ. കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിലാണ് KM സ്വാലിഹ് രാവിലെ മുതൽ വൈകിട്ട് വരെ സത്യാഗ്രഹം നടത്തുന്നത്. കോട്ടക്കൽ നിന്ന് പ്രശാന്ത് നിലമ്പൂർ കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. പലതരത്തിലുള്ള സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ചികിത്സാ പിഴവ്, പോലീസ് മർദ്ദനം, നീതി തേടി സമരം ചെയ്യേണ്ട ഗതികേടലുണ്ട്. ഒടുവിൽ തെരുവുനായ കടിച്ച് നീതി കിട്ടാത്ത കുഞ്ഞിന് വേണ്ടിയും സമരം ചെയ്യേണ്ട അവസ്ഥയിലാണോ പിതാവ്? തീർച്ചയായിട്ടും പിജി, അങ്ങനെ തന്നെയാണ്. അതായത് വലിയ സങ്കടത്തിലാണ് ഈ അച്ഛൻ. കഴിഞ്ഞ 17-നാണ് ഈ 3 വയസ്സുള്ള കുഞ്ഞിനെ, അതും വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴാണ് തെരുവുനായ വന്ന് ആക്രമിച്ചത്. തെരുവുനായ കടിച്ച് കവിളിലും കഴുത്തിലും അങ്ങനെ നല്ല ഗുരുതരമായ പരിക്കേറ്റത്. ആ കുഞ്ഞ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോഴും മുറിവ് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല. അതിനുശേഷം കുഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ അച്ഛൻ ഒരു നിയമ പോരാട്ടത്തിലാണ്. കാരണം തെരുവുനായ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കണം. അതിനുവേണ്ടി നഗരസഭയ്ക്ക് സെക്രട്ടറിക്കൊക്കെ നിരവധി തവണ പരാതി നൽകി. പക്ഷേ ഒരു അനുകൂലമായ ഒരു നിലപാടും ഉണ്ടായില്ല. ഇനിയും കുഞ്ഞുങ്ങൾ ഇതുപോലെ തെരുവുനായകൾ ആക്രമിക്കപ്പെട്ടേക്കാം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഈ അച്ഛൻ സമരരംഗത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ കോട്ടക്കലിലാണ് ഞാൻ നിൽക്കുന്നത്. കോട്ടക്കൽ നിരവധി വിദേശ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് കോട്ടക്കൽ. ആയുർവേദത്തിന്റെ നാടാണ്. അതുകൊണ്ട് തന്നെ കോട്ടക്കലിൽ കഴിഞ്ഞ മാസങ്ങളിൽ അക്രമകരമായ തെരുവുനായകളുടെ രൂക്ഷമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് 1-2 എന്നല്ല, ഇന്ത്യ മാളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് പലതും ഉണ്ട്. ഇതിനൊരു പരിഹാരം കാണുന്നവരെ ആക്രമണകാരികളായ തെരുവുനായകളെ ഉന്മൂലനം ചെയ്യുക, അല്ലാത്ത തെരുവുനായകളെ ABC സെന്ററിൽ പ്രവേശിപ്പിക്കുന്നതുവരെ ഞാൻ ഈ സമര പോരാട്ടത്തിലുണ്ടാകും. എനിക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. രാഷ്ട്രീയ സമരം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മുസ്ലിം ലീഗാണ് ഭരിക്കുന്ന നഗരസഭ. നിങ്ങളൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. എന്നെ പോരാട്ടങ്ങൾ പഠിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. അതുപോലെ തന്നെ സർഗാത്മക സമരങ്ങൾ പഠിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഇവിടെ ഭരിക്കുന്നുണ്ട്. ഭരണസമിതിന്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഭരണസമിതി എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ കുട്ടിക്ക് ഈ കടിയേറ്റ ഉടനെ തന്നെ എന്റെ ചെയർപേഴ്സൺ അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടിക്ക് സമ്മാനം നൽകിയിട്ടുണ്ട്. കുട്ടിക്ക് അതൊരു വലിയ ആശ്വാസമായിട്ടുണ്ട്. അത് ഭരണസമിതി എന്തുകൊണ്ടാണ് നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഇടപെടാത്തത്? എനിക്ക് ന്യായമായ കാര്യത്തിൽ ഭരണസമിതി പൂർണ്ണമായിട്ട് എന്റെ കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഇതുവരെ ആയിട്ട് നഗരസഭാ സെക്രട്ടറി ഒരു മറുപടി തന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അടുത്തത് ഇനി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മേൽ ഉദ്യോഗസ്ഥർ ആരൊക്കെയെങ്കിൽ ഞാൻ അതുമായിട്ട് നിയമ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിച്ചത്. ഏതായാലും പിജി, അദ്ദേഹം സ്വാലിഹ് സമരരംഗത്ത് തന്നെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയാണ്. പക്ഷെ അതൊന്നും ഒരു വിഷയമാക്കുന്നില്ല. ഈ സമരരംഗത്ത് സജീവമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ച ഈ തെരുവുനായ ശല്യം അവസാനിപ്പിക്കുന്നത് വരെ, ഇനി മറ്റൊരു കുഞ്ഞിന് ഈ ഗതി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള പോരാട്ടത്തിലാണ് KM സ്വാലിഹ്.